നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു മാസമായി കുടിവെള്ളമില്ല. മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് നാട്ടുകാർ. കായിക പ്രേമികൾക്ക് ശ്രദ്ധേയമായ പദ്ധതിയുമായി സ്മാർട്ട് കൈപ്പമംഗലം. വിദ്യാർത്ഥികൾക്കും കായിക പ്രേമികൾക്കും ഫുട്ബോൾ ലഭ്യമാക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. തൃശൂരിൽ പോലീസ് ഇൻസ്പെക്ടർ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചു. വാടാനപ്പള്ളി ബീച്ച് ഹൊസൽ നഗറിൽ കടലേറ്റം രൂക്ഷം. 200ഓളം വീടുകൾ കുവെള്ള ഭീഷണിയിലാണ്. വാർത്തകൾ വിശദമായി. ഒരു മാസമായി കുടിവെള്ളമില്ല. മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് നാട്ടുകാർ. മതിലകം പഞ്ചായത്ത് പ്രദേശത്ത് ഒരു മാസത്തോളമായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. മതിലകം പൂവത്തുംകടവ് നിവാസികൾ വാർഡ് മെമ്പർ സുനിൽ പി മേനോന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായി 12 ദിവസത്തേക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്ന് നേരത്തെ വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നു. എന്നാൽ നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ഒരു മാസത്തോളമായിട്ടും ജലവിതരണം പുനഃസ്ഥാപിക്കാത്തതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണമായത്. കുടിവെള്ളത്തിന് കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഉപരോധത്തിനിടെ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരോട് പ്രതിഷേധം രേഖപ്പെടുത്തുകയും അവരെ തടഞ്ഞു വെക്കുകയും ചെയ്തു. തുടർന്ന് ഉദ്യോഗസ്ഥരും സമരക്കാരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കി. 2 ദിവസത്തിനുള്ളിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. സമരത്തിന് RM ജലീൽ, നസീമ നൌഫൽ, റീന സഹദേവൻ, സിജിനി ഗിരീഷ്, ഗീത വിശ്വനാഥൻ, കുഞ്ഞിക്കുറുമ്പ, AM ഷമിതൻ, PR രാജേഷ്, MH ഷറഫു, ജോഷി ലൂയിസ് എന്നിവർ നേതൃത്വം നൽകി. കായിക പ്രേമികൾക്ക് ശ്രദ്ധേയമായ പദ്ധതിയുമായി സ്മാർട്ട് കൈപ്പമംഗലം. വിദ്യാർത്ഥികൾക്കും കായിക പ്രേമികൾക്കും ഫുട്ബോൾ ലഭ്യമാക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശമുയരുന്ന വേളയിൽ കളിക്കാൻ ഫുട്ബോൾ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയും കളിമൈതാനത്തിൽ നിന്ന് അകന്നു നിൽക്കരുന്ന ലക്ഷ്യത്തോടെയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭാ സുബിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ വിതരണം ആരംഭിച്ചത്. എടത്തിരുത്തി മുതൽ അഴീക്കോട് വരെയുള്ള പ്രദേശങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ഫുട്ബോൾ ലഭ്യമല്ലാത്തവരുമായി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമാണ് സ്മാർട്ട് കൈപ്പമംഗലം പദ്ധതിയുടെ ഭാഗമായി ഫുട്ബോളുകൾ വിതരണം ചെയ്യുന്നത്. ലോക പ്രശസ്ത താരങ്ങളായ മെസ്സി, റൊണാൾഡോ, നെയ്മർ തുടങ്ങിയവരുടെ കളിമികവ് കണ്ട് ആവേശം കൊള്ളുന്ന കുട്ടികൾക്ക് ഫുട്ബോൾ ഇല്ലാത്തതിന്റെ പേരിൽ കളിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. എടത്തിരുത്തി വെസ്റ്റ് SNVLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പൊതുപ്രവർത്തകൻ TK പ്രകാശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് കൈപ്പമംഗലം കോർഡിനേറ്റർ ശോഭാ സുബിൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഷാജി കണ്ണങ്കിലത്ത്, സലീം പുളിഞ്ചോട്, K അഫ്സൽ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോളുകൾ കൈമാറി. ചടങ്ങിൽ ബിനോയ് ലാൽ, ലിജോ ജോണി, മാധവൻ, അധ്യാപകരായ MA ഫൈസൽ, KB സന്ധ്യ, നീലിമ, ഫസീല, ജീജ, രമ്യ, സോന എന്നിവർ സംസാരിച്ചു. ഒട്ടനവധി കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് പ്രളയത്തിലും അതുപോലെ തന്നെ കൊറോണ സമയത്തും ഈ നാടിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടുക സ്മാർട്ട് കൈപ്പമംഗലം പദ്ധതി കഴിഞ്ഞുകൊണ്ട് എല്ലാ വർഷവും കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക്, അതുപോലെ തന്നെ സ്പോർട്സിലെ വിജയികൾക്ക്, അതുപോലെ തന്നെ SSLC+2 ഉന്നത വിജയം നേടിയവർക്ക് എല്ലാവർക്കും അവാർഡ് കൊടുക്കുന്ന പ്രോഗ്രാം ഉൾപ്പെടെ 100% വിജയം നേടിയ സ്കൂളുകൾക്ക് പ്രത്യേക ആദരവ് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇത്തവണ ഫുട്ബോളിൻ്റെ ആരവം ഉയരുകയാണ്. ആ ആരവത്തിനൊപ്പം കൈപ്പമംഗലം നിയോജകമണ്ഡലത്തിൽ എടത്തിരുത്തി മുതൽ അഴീക്കോട് വരെയുള്ള ഏതൊരു സ്ഥലത്തും ഫുട്ബോൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഫുട്ബോൾ എത്തിക്കാൻ സ്മാർട്ട് കൈപ്പമംഗലം പദ്ധതി തീരുമാനിക്കുകയാണ്. തൃശൂരിൽ പോലീസ് ഇൻസ്പെക്ടർ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചു. മാള പോലീസ് സ്റ്റേഷനിലെ SHO R രാജേഷിനെയാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. കൊല്ലം സ്വദേശിയായ രാജേഷ് 2 ദിവസമായി അവധിയിലായിരുന്നു. വ്യാഴാഴ്ച രാവിലെ ക്വാർട്ടേഴ്സ് തുറക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ക്വാർട്ടേഴ്സ് സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ രാജേഷിനെ കണ്ടിരുന്നു. ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും.
ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാടാനപ്പള്ളി ബീച്ച് ഫസൽ നഗറിൽ കടലേറ്റം രൂക്ഷം. 200ഓളം വീടുകൾ ഉപ്പുവെള്ള ഭീഷണിയിലാണ്. ശക്തമായ വേലിയേറ്റത്തിൽ കരയിലേക്ക് വെള്ളം ഇരച്ചു കയറുകയും കിണറുകൾ ഉപയോഗശൂന്യമാവുകയും ചെയ്യും. ഇതുമൂലം കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ഇവർക്ക് സഞ്ചരിക്കാനുള്ള ഏക ആശ്രയമായ സീവാൾ റോഡ് ഏതു നിമിഷവും തകരുമെന്ന ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം കടലേറ്റം രൂക്ഷമായപ്പോൾ സംരക്ഷണ ഭിത്തികൾക്കായി 4 ലക്ഷം രൂപ അനുവദിച്ചിരുന്നതായി പറഞ്ഞിരുന്നുവെങ്കിലും ഒരു വർഷമായിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്ന് സമീപവാസികളായ സാലിക് പണ്ടാരത്തിൽ, വടക്കൻ മോഹനൻ, പണിക്കവീട്ടിൽ സുലൈമാൻ, ഗഫൂർ പണിക്കവീട്ടിൽ, മുഹമ്മദ് പണിക്കവീട്ടിൽ എന്നിവർ പറഞ്ഞു. ഞങ്ങൾ വാടാനപ്പള്ളി പഞ്ചായത്തിലെ 1-ാം വാർഡും 18-ാം വാർഡും അതുമാത്രമല്ല ഞങ്ങൾ തൊട്ടപ്പുറത്തെ 17-ാം വാർഡും സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ്. വാടാനപ്പള്ളി പഞ്ചായത്തിൽ ഏകദേശം ഒരു 3.5-4 കിലോമീറ്ററോളം ദൂരമുള്ള തീരദേശം. ഈ തീരദേശത്തിൻ്റെ അവഗണന കൊല്ലങ്ങളായിട്ടുള്ളതാണ്. ഏകദേശം 10-15 വർഷമായിട്ട് കടൽക്ഷോഭം ഇവിടെ ശക്തമായിട്ട് നിലകൊള്ളാണ്. അതിന് അധികാരികൾ ഇതുവരെ ഒരു കാര്യമായ ഒരു സംരക്ഷണം ഇവിടെ നൽകിയിട്ടില്ല. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു 3 വർഷം കടൽക്ഷോഭം കാരണം ഞങ്ങളുടെ തീരദേശത്തുള്ള ഒരു 100-200 വീടുകളുണ്ട്. ഈ വീടുകളിൽ ഉപ്പുവെള്ളത്തിൻ്റെ ശല്യം വളരെ ഇതിലെടുത്തിട്ടുണ്ട്. കുളിക്കാനോ കുടിക്കുവാനോ ഒന്നിനും വെള്ളത്തിന് പോലും ഇവിടെ സൗകര്യമില്ല. ഇപ്പോൾ ഈ തീരദേശത്ത് ഇപ്പോൾ ഈ 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 1 കിലോമീറ്റർ കടൽ ഈ വർഷം കടൽ കൊണ്ടുപോകും. അപ്പോൾ ഈ തീരദേശവാസികളുടെ സഞ്ചാരയോഗ്യമായ ഈ റോഡ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ 200 വീടോളം ഒറ്റപ്പെട്ടു പോകും. അവിടെ വയസ്സായവരുണ്ട്, രോഗികളായ കിടപ്പ് രോഗികളുണ്ട്. ഇവരൊക്കെ കൊണ്ടുപോകാൻ ഒരു സംരക്ഷണം ഇവിടെ ഉണ്ടാവില്ല. വണ്ടി വരെ എത്താൻ പറ്റില്ല. അടിയന്തരമായിട്ട് ഈ തീരദേശത്ത് ഈ കടൽ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ 10-200ഓളം കുടുംബങ്ങൾ എന്താ വഴി ആധാരമാവും. അപ്പോൾ അതിനൊരു വഴി അധികാരികളിൽ നിന്നുണ്ടാവണം. തൃശൂർ പൂങ്കുന്നത്ത് വീട്ടിൽ നിന്നും 3 ദിവസങ്ങളിലായി 18 മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടി. പൂങ്കുന്നം സീതാറാം മില്ലൈൻ MG നഗറിൽ താമസിക്കുന്ന കൃഷ്ണനിലയം കാർത്തികിന്റെ വീട്ടിൽ നിന്നാണ് 3 ദിവസങ്ങളിലായി 18 മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടിയത്. വീടിന് മുറ്റത്തുള്ള മരത്തിന്റെ പൊട്ടിയ തറയിൽ നിന്നാണ് പാമ്പിൻ കുഞ്ഞുങ്ങൾ പുറത്തു വന്നത്. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടു തുടങ്ങിയത്. അന്ന് രാത്രി വനം വകുപ്പ് റെസ്ക്യൂ സംഘമെത്തി 10 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി. വീണ്ടും പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടതോടെ റെസ്ക്യൂ സംഘം നടത്തിയ പരിശോധനയിൽ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ നിന്നടക്കം 8 പാമ്പിൻ കുഞ്ഞുങ്ങളെ കൂടി പിടികൂടി. 3 ദിവസങ്ങളായി തന്റെ കുടുംബം വളരെ ഭയപ്പോടെയാണ് കഴിയുന്നതെന്ന് വീട്ടുടമ കാർത്തിക് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡിൽ പുത്തൂരിൽ നിന്നും MDMA-യും കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. കല്ലങ്കുന്ന് സ്വദേശി തോപ്പിൽ വീട്ടിൽ അഭിജിത്ത്, സുഹൃത്ത് അയ്യന്തോൾ സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ അഭിഷേക് എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഭിജിത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 17.72 ഗ്രാം MDMA-യും 18.48 ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത്. പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്ന 1 ലക്ഷം രൂപയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നട്ടെല്ലിൽ കുത്തേറ്റ രോഗിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നട്ടെല്ലിൽ കുത്തേറ്റ നിലയിൽ 29 വയസ്സുള്ള യുവാവിനെ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചത്. 10 പേർ ചേർന്നുള്ള ആക്രമണത്തിലാണ് യുവാവിന് കുത്തേറ്റത്. വിശദമായ പരിശോധനയിൽ മൂർച്ചയുള്ള ഉപകരണം സുഷ്മന നാഡിയോട് അടുത്തായി ആഴത്തിൽ കയറിയിരിക്കുന്നതായി കണ്ടെത്തി. രോഗിയുടെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് ന്യൂറോ സർജറി വിഭാഗത്തിന്റെയും ഡോക്ടർമാർ സംയുക്തമായി അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും സുഷ്മന നാഡിക്ക് യാതൊരു പരിക്കും സംഭവിക്കാതെ കുത്തിക്കയറിയിരിക്കുന്ന ഉപകരണം വിജയകരമായി നീക്കം ചെയ്യുകയും ചെയ്തു. സർജറി വിഭാഗത്തിൽ ഡോക്ടർ രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരും ന്യൂറോ സർജറി വിഭാഗത്തിലുള്ള ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമുമാണ് ശസ്ത്രക്രിയ നടത്തിയത്. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ
ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. മാള അണ്ണല്ലൂരിൽ അംഗപരിമിതൻ ഉൾപ്പെടെ 3 പേരെ തെരുവുനായ കടിച്ചു. അംഗപരിമിതനായ ഇളങ്കുറ്റിയിൽ വേലായുധൻ, മാമ്പ്രംപുള്ളി വീട്ടിൽ ചന്ദ്രൻ, വെള്ളരിക്കൽ വീട്ടിൽ പ്രസീത എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. വേലായുധൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റു 2 പേർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ്. 1 വർഷം മുമ്പ് അപകടത്തിൽ പരിക്കേറ്റ വേലായുധൻ ഇരുന്ന് നിരങ്ങി സഞ്ചരിക്കുന്നയാളാണ്. കർഷക തൊഴിലാളിയായ ചന്ദ്രനെ കൃഷിയിടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് തെരുവുനായ കടിച്ചത്. തുടർന്ന് ഈ നായ പ്രസീതയെയും കടിക്കുകയായിരുന്നു. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടികൾ വിൽപ്പന നടത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ വ്യാജ സിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്ത് പനാഴിയിൽ വീട്ടിൽ ഷാജിയെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ഊഴുവത്തുകടവിൽ നിന്നുള്ള വാടക വീട്ടിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. പ്രവാസി മലയാളിയുടെ 5 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. നിരവധി പേർ ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇയാൾ പിടിയിലായത്. വ്യാജ സ്വർണ്ണ ഗണപതി വിഗ്രഹവും ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രാൻഡ് ഫ്രൂട്ട്സ് എന്ന സ്ഥാപനത്തിൽ തീപിടുത്തം. വടക്കാഞ്ചേരി സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് ഫ്രൂട്ട്സ് ഷോപ്പാണ് കത്തിനശിച്ചത്. തീപിടുത്തത്തിൽ പഴങ്ങളും ബേക്കറി സാധനങ്ങളും CCTV ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കടയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സമീപത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മറ്റത്തൂർ ചാഴിക്കാട് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനി ഭാഗികമായി കത്തിനശിച്ചു. സമീപവാസികളാണ് മരക്കമ്പനിയിൽ നിന്ന് പുലർച്ചെ 4 തീയും പുകയും ഉയരുന്നത് കണ്ടത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്ന് സംശയിക്കുന്നു. കമ്പനിയിൽ ഉണ്ടായിരുന്ന 4 മോട്ടോറുകളും അനുബന്ധ സാമഗ്രികളും മരത്തടികളും കത്തിനശിച്ചു. 10 ലക്ഷത്തിലധികം രൂപ നഷ്ടം സംഭവിച്ചതായി കമ്പനി ഉടമ തേവർപാടം സ്വദേശി പള്ളിപ്പുറത്ത് ശരവണൻ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിനെ പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന്റെ 23ാം പതിപ്പിന് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 12:30 തുടക്കമാകും. ആതിഥേയ രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ പോരാട്ടം. അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായി ആതിഥേയമരുളുന്ന ഇത്തവണത്തെ ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ആകെ 104 മത്സരങ്ങളാണ് നടക്കുക. ജൂലൈ 19-നാണ് ഫൈനൽ. കേച്ചേരി കല്ലടപാറിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച കേസിലെ 6 പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്കടങ്ങ് പാടൂർ മമ്മസ്രായില്ലത്ത് വീട്ടിൽ സിയാദ്, കേച്ചേരി പിറന്നല്ലൂർ നാട്ടിൽ വീട്ടിൽ PS ശ്രീരാഗ്, ചൂണ്ടൽ കല്ലിങ്ങൽ വീട്ടിൽ KS രാഹുൽ, കേച്ചേരി ചെല്ലേപ്പറമ്പിൽ വീട്ടിൽ CP വിഷ്ണു, പെരുമ്പടപ്പ് തെക്കുംകാട്ടിൽ വീട്ടിൽ ഉബസ്, പാവറട്ടി വെൺമേനാട് വൈശ്യം വീട്ടിൽ VM റാഷിദ് എന്നിവരാണ് പിടിയിലായത്. ചൊവ്വാഴ്ച രാത്രി വൈകിട്ട് കേച്ചേരി കല്ലട ബാറിലെത്തിയ കേച്ചേരി ചിറങ്ങല്ലൂർ സ്വദേശിയായ കബീറിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. പരിക്കേറ്റ കബീറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിനു ശേഷം വാഹനം ഉപേക്ഷിച്ച് പാടത്തുകൂടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് പിന്തുടർന്നാണ് പിടികൂടിയത്. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. +2 പരീക്ഷയിൽ 6ാം വർഷവും തുടർച്ചയായാണ് 100% വിജയം സ്കൂൾ കൈവരിച്ചത്. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് DDE KH സാജൻ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത്, പ്രധാന അധ്യാപകൻ KS കിരൺ, ഇംഗ്ലീഷ് മീഡിയം LP വിഭാഗം പ്രധാന അധ്യാപിക VV അമ്പിളി, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, LP വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ PK അബ്ദുൽ മജീദ്, സ്റ്റാഫ് സെക്രട്ടറി പ്രബിത പ്രതാപൻ, മറ്റു അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. 2014 തുടങ്ങിയ വിദ്യാലയം പിന്നീട് 2018 ഞങ്ങൾ ഇവിടെ പോസ്റ്റൊക്കെ ആയിട്ട് അധ്യാപകരെല്ലാം എത്തുന്നത്. ഞാനും സൈത്ത് മാഷും ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പോഴും എന്താ പറയുക, സ്കൂളിൻ്റെ ഒരു ആദ്യ വയസ്സുകളിലാണ്, ചെറിയ പ്രായത്തിലുള്ള ക്ലാസ്സുകളിലാണ് പോയിരുന്നത്. പിന്നീടാണ് സൈത്ത് മാഷിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഉള്ള ഒരു ടീം, ഞങ്ങളുടെ ടീം തന്നെയാണ്
ഈ മാറ്റങ്ങൾ വരുത്തിയെടുത്തത്. വലിയ ഒരു മാറ്റം തന്നെയാണ് നമ്മുടെ അധ്യാപകരുടെ പ്രയത്നഫലമായിട്ട്. ഞാൻ എല്ലാവരോടും പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങളുടെ അധ്യാപകരാണ് ഞങ്ങളുടെ ഫലം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഫലം ഞങ്ങളുടെ അധ്യാപകരാണ്. ഏത് കാര്യത്തിനും എപ്പോഴും കുട്ടികളുടെ ഒപ്പം നിൽക്കുന്ന, ഏത് ശനിയാഴ്ചയും ഞായറാഴ്ചയും പോലും ക്ലാസ് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന, സൈദ് മാഷ് പ്രിൻസിപ്പളായപ്പോൾ ഞാൻ പ്രിൻസിപ്പളാകുമ്പോഴൊക്കെ പറയുന്ന ടീച്ചർമാരോട് പറയുന്ന അരുതേന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞായറാഴ്ച അധികം വേണ്ട ടീച്ചറിനോ അല്ലെങ്കിൽ മാഷേ എന്ന് പറയും. അതാണ്. അല്ലെങ്കിൽ 8 മണി വരെ ഒന്നും എടുക്കല്ലേ, രാത്രി 8 മണി വരെയൊക്കെയാണ് അധ്യാപകർ എടുക്കുക ഇവിടെ. ഇപ്പോൾ ശ്രീകാന്ത് മാഷ പോലുള്ളവർ രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ നിൽക്കുന്നവരാണ്. പ്രദീപ് മാഷ്, രാജേഷ് മാഷ്, അങ്ങനെ ഓരോരുത്തരെ എടുത്തു പറഞ്ഞാലും അധ്യാപകർ മാത്രമല്ല ടീച്ചർമാരും അങ്ങനെ കൃത്യമായ പ്രയത്ന ഫലത്തിൽ തന്നെയാണ് നമ്മൾ 100% വിജയം ആഘോഷിക്കുന്നത്. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദൈവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദൈവാലയത്തിന്റെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് ജൂൺ 11 വ്യാഴാഴ്ച കൊടിയേറി. രാവിലെ 6 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ഫെറോന വികാരി റവറൻ ഫാദർ ജോബ് വടക്കൻ കൊടിയേറ്റം നിർവഹിച്ചു. പഴുവിൽ ഫെറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്മോൻ അറക്കൽ, ട്രസ്റ്റിമാരായ ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി, സുനിൽ കുറ്റിക്കാടൻ, മാത്യു ഇരിമ്പൻ, ജനറൽ കൺവീനർ KR ആന്റണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജൂൺ 13 ശനിയാഴ്ചയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, 10:30 ലതീഞ്ഞ്, നൊവേന ആഘോഷമായ പാട്ടുകുർബാന, പള്ളി ചുറ്റി പ്രദക്ഷിണം, ബാൻഡ് വാദ്യം, ഉച്ചയ്ക്ക് 1:30 വരെ നേർച്ചയൂട്ട് എന്നിവ ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1 മാസമായി കുടിവെള്ളമില്ല. മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് നാട്ടുകാർ. കായിക പ്രേമികൾക്ക് ശ്രദ്ധേയമായ പദ്ധതിയുമായി സ്മാർട്ട് കൈപ്പമംഗലം. വിദ്യാർത്ഥികൾക്കും കായിക പ്രേമികൾക്കും ഫുട്ബോൾ ലഭ്യമാക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. തൃശൂരിൽ പോലീസ് ഇൻസ്പെക്ടർ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചു. വാടാനപ്പള്ളി ബീച്ച് ഹൊസൽ നഗറിൽ കടലേറ്റം രൂക്ഷം. 200ഓളം വീടുകൾ ഉപ്പുവെള്ള ഭീഷണിയിലാണ്. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.